ഇന്ന് ഞാനൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് കടല, തേങ്ങാക്കൊത്ത്, എണ്ണ, ഉപ്പ്, തേങ്ങാപ്പാൽ. ഇതിൻ്റെ അളവ് തേങ്ങാപ്പാൽ ഞാൻ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി, പിന്നെ വഴറ്റാൻ ആവശ്യമായ സവോള 1 2 പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില. അപ്പം നമുക്ക് കടല ആദ്യം വേവിക്കാം. അതിനായിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇടുവാണ്. ഈ കടല വേവിക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുനീരും ചേർത്ത് അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. ഇത്തിരി കറിവേപ്പില ഇടാം നമുക്ക്. മഞ്ഞൾപ്പൊടി, ഓക്കെ. ഇത് വേകുമ്പോഴേക്കും നമുക്ക് അപ്പം ചൂടാം. അപ്പോൾ നമുക്ക് ആദ്യം കടലക്കകത്ത് ഇത്തിരി തേങ്ങാക്കൊത്ത് വറുക്കാം. നമ്മൾ ഈ തേങ്ങാക്കൊത്ത് വറുത്ത് കോരി അതിനുശേഷം നമുക്ക് ഈ സവോളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി ാൻ വേണ്ടി നമുക്ക് 1 സ്പൂൺ ഉപ്പുനീര് ഒഴിക്കാം. സവോള ഏകദേശം വഴണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇനിയിപ്പോൾ ആ കൂടുതൽ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിറം മാറി എന്നുണ്ട് തോന്നുന്നു. അപ്പം നമ്മൾ കടലക്കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതല്ലേ. അപ്പം ഞാനിന്നൊരു പാലപ്പം ഉണ്ടാക്കുന്നത്. പാലപ്പത്തിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിപ്പം 1 ഗ്ലാസ് അരി, 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരി, 1 തേങ്ങയുടെ പാല്, പിന്നെ കപ്പി കാച്ചി വെച്ചിരിക്കുന്നതാണ്. അല്ലാത്തവർക്ക് ചോറ് ചേർക്കാം, 1 തവി ചോറ് ചേർത്താൽ മതി. പിന്നെ ഈസ്റ്റ്, പഞ്ചസാര. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് പാലൊഴിച്ച് അരച്ച് ഇതെല്ലാം കൂടെ ഒന്നിച്ചരച്ച് വെച്ചാൽ തലേദിവസം വയ്ക്കും. അത് ആ മാവ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാവ് ഇത്ര ലൂസായിട്ട്, ഇതാണ് മാവിൻ്റെ പാകം. മാവിൻ്റെ പാകം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം ശരിയാവില്ല കേട്ടോ. നമുക്ക് നമ്മുടെ അപ്പം ഒന്ന് ചുടാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ അപ്പച്ചട്ടിയല്ല, ഇരുമ്പീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മൂടി വയ്ക്കുക. അപ്പം നമ്മുടെ അപ്പം ശരിയായിട്ടുണ്ടോ? നമുക്കൊന്ന് കടലക്കറി, നമ്മുടെ കടല വെന്തിരിക്കുക. അപ്പം മാവെല്ലാം അരപ്പെല്ലാം ചേർക്കാം. ഇത് ഞാൻ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ സവോളയും മസാലയെല്ലാം കൂടെ ഇത് നമുക്ക് ഒന്നിച്ചിട്ട് ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഞാൻ 1 ഗ്ലാസ് ഒരു 2 കപ്പ് ഗ്ലാസ്സായിട്ടില്ല.
ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ ആദ്യം കടലക്കറിക്ക് ചേർത്തിട്ടുണ്ടോ, ഇനി കുറവുണ്ടോ? സൂപ്പർ. നമുക്ക് ഇതിനകത്തിട്ട് കടുക് വറുക്കാം. 2 സ്പൂൺ എണ്ണ ചൂടായിരിക്കുന്നുണ്ട്. അതിൻ്റെ കടുകിടാം. ഉള്ളി ഇട്ടു. അതിന് ശേഷം ഒരു 4 തല കരിവേപ്പിലയും ഒരു പച്ചമുളക് ഞാനത് വേവിച്ച് കഴിഞ്ഞിട്ട് ശരിക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പവും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.